ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്ക് പരമ്പര. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള അവസാന 2020 മത്സരവും വിജയിച്ചുകൊണ്ട് പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. 30 റൺസിനാണ് അവസാന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ബാറ്റിംഗിലും ബോളിംഗിലും മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത്. ടോസ് ലഭിച്ച് ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടീം സൗത്ത് ആഫ്രിക്ക. 3 മാറ്റങ്ങളോടുകൂടിയാണ് ടീം ഇന്ത്യ കളത്തിലിറങ്ങിയത്. ഗില്ല്, കുൽദീപ് യാദവ്, ഹർഷിത് റാന എന്നിവർക്ക് പകരം സഞ്ജു, ജസ്പ്രീത് ബുംറ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയാണ് ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഓപ്പണിംഗിന് ഇറങ്ങിയ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 21 പന്തിൽ 34 റൺസ് എടുത്ത് അഭിഷേക് ശർമ്മ മടങ്ങിയപ്പോൾ 22 പന്തിൽ 37 റൺസാണ് സഞ്ജു സാംസൺ നേടിയത്. ഒരു കംബാക്ക് ഇന്നിംഗ്സ് തന്നെയായിരുന്നു സഞ്ജു സാംസൺ നടത്തിയത്. പിന്നീട് ഇറങ്ങിയ തിലക് വർമ്മ മികച്ചൊരു ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. 42 പന്തിൽ 73 റൺസാണ് തിലക് വർമ്മ അടിച്ചുകൂട്ടിയത്. എന്നാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വീണ്ടും മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. 7 പന്തിൽ 5 റൺസ് മാത്രമാണ് സൂര്യകുമാർ നേടിയത്. എന്നാൽ പിന്നീട് ഇറങ്ങിയ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് പ്രകടനമാണ് കാണാൻ സാധിച്ചത്. 25 പന്തിൽ 63 റൺസ് നേടി 252 സ്ട്രൈക്ക് റേറ്റോടു കൂടിയാണ് ഹാർദിക് പാണ്ഡ്യ ആഞ്ഞടിച്ചത്. ആദ്യ ബാറ്റിംഗ് അവസാനിക്കുമ്പോൾ ഇന്ത്യ 231 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. 232 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ടീം സൗത്ത് ആഫ്രിക്കയ്ക്ക് ഡീകോക്ക് മികച്ചൊരു തുടക്കം സമ്മാനിച്ചുവെങ്കിലും ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർക്ക് ആർക്കും തന്നെ ഫോം ആകാൻ സാധിച്ചിരുന്നില്ല. മികച്ച ബൌളിംഗ് പ്രകടനം തന്നെയായിരുന്നു ടീം ഇന്ത്യയുടേത്. 4 വിക്കറ്റ് നേടിയ വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റ് നേടിയ ജസ്പ്രീത് ബുംറയുമാണ് ടീം ഇന്ത്യയെ വിജയിപ്പിച്ചത്. എന്തായാലും ടെസ്റ്റ് വൈറ്റ് വാഷ് അടിച്ചതിനുള്ള തിരിച്ചടിയായിട്ട് 2020യും ODIയും ഇന്ത്യ ഇങ്ങ് തൂക്കിയിരിക്കുകയാണ്.